Hello, everyone, and welcome back. Today, we are going to discuss Matthew Arnold, especially Matthew Arnold as a critic. Matthew Arnold ജനിക്കുന്നത് 1822 and he died in 1888. And he was born in Middlesex. And his father was Thomas Arnold. And Thomas Arnold is a renowned headmaster of Rugby School. Rugby School എന്ന് പറയുന്ന അതൊരു സ്കൂളിൻ്റെ പേരാണ്. അവിടെ അർണോൾഡ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ അർണോൾഡ് ടീച്ചറായി വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹി വാസ് എ ടീച്ചർ ഓഫ് ക്ലാസിക്സ് there. And his poems, M.P. Duckley's on Etna, published in 1852, and Poems 1853, established Arnold's reputation as a poet. അദ്ദേഹത്തിൻ്റെ ഒരു പോയറ്റിക് കരിയറിലേക്ക് അദ്ദേഹം വരുന്ന രണ്ട് വർക്ക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. And Arnold held the position of professor of poetry at Oxford from 1857 to 1867. 10 വർഷത്തോളം അദ്ദേഹം പ്രൊഫസർ ഓഫ് പോയിട്രി ആയിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡ്യൂറിങ് ഹിസ് ടെനർ അറ്റ് ഓക്സ്ഫോർഡ്, അർണോൾഡ് റോട്ട് ദി മെജോറിറ്റി ഓഫ് ഹിസ് എസ്സേസ് ഓൺ ലിറ്റററി ക്രിറ്റിസിസം. ഓക്സ്ഫോർഡിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ മെജോറിറ്റി ഓഫ് ക്രിട്ടിക്കൽ വർക്ക്സ് അദ്ദേഹം എഴുതിയത് എസ്സേ രൂപത്തിൽ. അതെല്ലാം പിന്നീട് വോള്യൂംസ് ആയിട്ട് കമ്പൈൽ ചെയ്യുകയാണ് ചെയ്തത്. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ആയിട്ടുള്ള ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മ, പബ്ലിഷ് ഇൻ 1863, എസ്സേസ് ഇൻ ക്രിറ്റിസിസം 1865, ആൻഡ് കൾച്ചർ ആൻഡ് ആനക്കി 1869. ഈ വർക്കുകളിലാണ് അദ്ദേഹത്തിൻ്റെ എസ്സേസ് കിടക്കുന്നത്. And while initially famous as poet, Arnold's lasting contributions were in the field of literary criticism. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കാരിയറിൻ്റെ തുടക്കത്തിൽ ഒരു പോയറ്റ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പോപ്പുലർ ആയിരുന്നത് എങ്കിൽ പിന്നീട് അദ്ദേഹം ഒരു മികച്ചൊരു ക്രിട്ടിക്കായി വരുന്നത് കാണാൻ സാധിക്കും. ആൻഡ് ഹീസ് ഓഫൻ റിഗാർഡഡ് ആസ് ദി ഫസ്റ്റ് സീരിയസ് ക്രിട്ടിക് ആഫ്റ്റർ അരിസ്റ്റോട്ടിൽ. ഇങ്ങനെ ഒരു പദവി അദ്ദേഹത്തിനുണ്ട്. ആൻഡ് അർണോൾഡ് ലെയ്ഡ് ഡൗൺ general rules and principles of literary criticism. He is referred to as the first modern critic of the Western world. First modern critic of the Western world എന്ന് പറയുന്നതും മാത്യു അർണോൾഡ് ആണെന്ന് മനസ്സിലാക്കാം. So the first title for us is Classicism. Arnold is always considered as a classical critic because he had great knowledge in classical literature and also kind of tried to follow the rules followed by the classical writers. Classical writers ഫോളോ ചെയ്ത് അതുപോലെയുള്ള റൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതണമെന്ന് ചിന്തിച്ചിരുന്ന ഒരു റൈറ്ററാണ് മാത്യു അർണോൾഡ്. ദാറ്റ്സ് വൈ ഹീസ് എ ക്ലാസിക്കൽ ക്രിട്ടിക് എന്ന് നമുക്ക് പറയുന്നത്. ആൻഡ് മാത്യു അർണോൾഡ് വാസ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ പോയിട്രി ഓഫ് ഹിസ് ടൈം ആൻഡ് ദി റൊമാൻറ്റിക് ഏജ്. വിക്ടോറിയൻ പീരീഡിലാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന റൊമാൻറ്റിക് പോയട്രി അദ്ദേഹത്തിന് അതുവരെ ഉണ്ടായിരുന്നത് റൊമാൻറ്റിക് പീരീഡായിരുന്നു. സോ റൊമാൻറ്റിക് പീരീഡിലുള്ള പോയട്രിയിൽ അദ്ദേഹത്തിന് വലിയ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ഹി ബിലീവ്ഡ് ദാറ്റ് കണ്ടംപററി പോയട്രി ലാക്ക്ഡ് ക്രിറ്റിസിസം ഓഫ് ലൈഫ് വിച്ച് ഹീ കൺസിഡേർഡ് ദി ഫങ്ഷൻ ഓഫ് പോയട്രി. സോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം അദ്ദേഹം കണ്ടെത്തിയത് അന്നത്തെ കവിതകളിൽ ക്രിറ്റിസിസം ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കുറവാണെന്നാണ്. അപ്പം ഈ ക്രിറ്റിസിസം ഓഫ് ലൈഫ് കവിതക്കകത്തുണ്ടാകണം. പോയട്രി ഷുഡ് ബി എ ക്രിറ്റിസിസം ഓഫ് ലൈഫ് എന്നാണ് അർണോൾഡ് വിശ്വസിച്ചത്. സോ ഇത് കവിതയുടെ ഒരു പ്രധാന ഘടകമായിട്ട് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നു. വിച്ച് ഹീ കൺസിഡേർഡ് ദി ഫങ്ഷൻ ഓഫ് പോയട്രി. ഫങ്ഷൻ ഓഫ് പോയട്രി എന്നുള്ളത് തന്നെ, പോയട്രിയുടെ ഫങ്ഷൻ തന്നെ ക്രിറ്റിസിസം ഓഫ് ലൈഫ് എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. സോ അന്നത്തെ റൊമാൻറ്റിക് പോയറ്റ്സിൻ്റെ അല്ലെങ്കിൽ റൊമാൻറ്റിക് പോയട്രിയിൽ ഈ ഒരു സംഗതി അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ അർണോൾഡ്സ് കോൺസെപ്റ്റ്സ് ഓഫ് പോയട്രി വർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ക്ലാസിക്കൽ ഫിലോസഫി ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്ലാസിക്കൽ ഫിലോസഫിയും ലിറ്ററേച്ചറാലും ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആയ ഒരു റൈറ്ററായിരുന്നു അർണോൾഡ്. ഹി ബിലീവ്ഡ് ദാറ്റ് പോയട്രി വുഡ് പ്രൊവൈഡ് കൺസലേഷൻ ആൻഡ് റെഫ്യൂജ് ഫോർ ഹ്യൂമാനിറ്റി. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പോയട്രിയിലെല്ലാം ഉണ്ടെന്ന് പറയുന്നത് അദ്ദേഹം.
കവിതയിൽ നമുക്ക് ജീവിതത്തിൽ ഒരു കൺസലേഷനും കിട്ടില്ലേ, നമുക്കെല്ലാം പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അതിലൊന്നും ഒരു സമാധാനം നമുക്ക് കണ്ടെത്താൻ, ഒരു സമാധാനം കിട്ടുന്നില്ലെങ്കിൽ, ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒരു കൺസലേഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് കവിതയെയാണെന്നാണ് അർണോൾഡ് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദ ടച്ച് സ്റ്റോൺ മെത്തേഡ് ഈസ് യൂസ് ടു കമ്പയർ കണ്ടംപററി പോയട്രി വിത്ത് ദി ഗ്രേറ്റ് മാസ്റ്റേഴ്സ് ഓഫ് ആൻറ്റിക്വിറ്റി. ഇത് ടച്ച് സ്റ്റോൺ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്യും. വി വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, സോ അതുകൊണ്ട് ഇപ്പോൾ അത് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് മനസ്സിലാക്കുക. ദെൻ വി ഹാവ് ടു ഡിസ്കസ് ഹിസ് കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ. ഓക്കെ, Arnold gave paramount importance to culture, which only could, according to him, find a remedy for the abject materialism of the Victorian era. അദ്ദേഹം ഒരു വിക്ടോറിയൻ പോയറ്റാണ്. വിക്ടോറിയൻ പീരീഡിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നത്, വിക്ടോറിയൻ പീരീഡിലെ ആളുകൾക്കൊക്കെ എല്ലാ മൊറാലിറ്റിയും നഷ്ടപ്പെട്ട് ഒരു കുത്തഴിഞ്ഞ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചു. കൾച്ചർ നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ആളുകളെല്ലാം എന്താ പറയുക, പണത്തിന് പിന്നാലെയാണ് എന്ന് അർണോൾഡ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു കൾച്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അർണോൾഡ് ഗേവ് പാരമൗണ്ട് ഇമ്പോർട്ടൻസ് ടു കൾച്ചർ. സോ വിക്ടോറിയൻ പീരീഡിൽ എല്ലാ ആളുകളും മെറ്റീരിയലിസത്തിൻ്റെ പിന്നാലെയാണ്, പണത്തിൻ്റെ പിന്നാലെയാണെന്ന് പറയാം. സോ അതിൽ നിന്നും ഒരു മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, വി ഷുഡ് ഹാവ് എ ഗുഡ് കൾച്ചർ, പ്രോപ്പർ കൾച്ചർ. ഹിയർ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു കൾച്ചർ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ലൊരു കൾച്ചർ ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല കവിതകളെ ആസ്വദിക്കാൻ കഴിയൂ. മറ്റത് നിങ്ങൾ കേവലം ഒരു കവിതക്കകത്ത് എന്താണ് ഇൻ്റലക്റ്റ് ഉണ്ട്, അറ്റ് ദി സെയിം ടൈം ഇമാജിനേഷൻ ഉണ്ട്, ഇതെല്ലാം ഉള്ളതാണ് കവിത. അപ്പോൾ നിങ്ങളൊരു കൾച്ചർ ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് യു ആർ ഓൺലി ലുക്കിംഗ് ആഫ്റ്റർ മെറ്റീരിയൽ. ഓക്കെ, ആൻഡ് സോ ദീസ് പീപ്പിൾ കനോട്ട് അപ്രീഷിയേറ്റ് പോംസ്, അപ്രീഷിയേറ്റ് പോയട്രി ഓർ ആർട്ട്. ഇതൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സമൂഹമാണ് വിക്ടോറിയൻ സമൂഹം എന്നൊക്കെയാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. സോ they don't have that culture. So culture is the most important thing, Arnold believed. So essays in culture and anarchy, അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ് കൾച്ചർ ആൻഡ് അനർക്കി. ഇതിലുള്ള ഈ എസ്സേകളിൽ ഡീറ്റെയിൽ ഹിസ് കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ. അദ്ദേഹത്തിൻ്റെ കൾച്ചറിൻ്റെ കോൺസെപ്റ്റ് ഈ കൾച്ചർ ആൻഡ് അനർക്കി എന്ന് പറയുന്ന വർക്കിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ഇൻ ഇറ്റ് ഹി ഡിഫൈൻസ് കൾച്ചർ ആസ് ദി സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ. അദ്ദേഹം അതിനകത്ത് പറയുന്നത് കൾച്ചർ എന്ന് പറയുന്നതിന് വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറയുന്നത് സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ എന്നുള്ളതാണ്. So he puts culture against anarchy, which he uses to denote the state of Victorian England. Okay. അർണോൾഡ് വിശ്വസിക്കുന്നത് നല്ലൊരു കൾച്ചർ ഉണ്ടെങ്കിൽ യു ക്യാൻ ബി എ പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് എന്നുള്ളതാണ്. സോ കൾച്ചർ ഈസ് എ സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ. അദ്ദേഹം കൾച്ചറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ആനക്കി എന്ന് പറയുന്നത്. സോ അത് ഒരു ഓർഡർ ഇല്ലാത്ത, ലാക്ക് ഓഫ് ഓർഡർ ആൻഡ് ലാക്ക് ഓഫ് ഗവേണൻസും, മൊത്തത്തിലൊരു കയോട്ടിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഒരു ഓർഡറും ഒരു സ്ട്രക്ചറും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ, ഒരു കുത്തഴിഞ്ഞ അവസ്ഥ. ദാറ്റ്സ് വാട്ട് ഈസ് ആനക്കി എന്നുള്ളതിനെ കൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സോ മൊത്തത്തിൽ ഒരു എന്താ പറയുക, ഈ വിക്ടോറിയൻ ഇംഗ്ലണ്ടിലുള്ള അന്നത്തെ ഒരു അവസ്ഥയെയാണ് അദ്ദേഹം ഈ അനക്കി എന്നുള്ളതിനെ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഒരു ഓർഡറും ഇല്ല, ഒരു സ്ട്രക്ചറും ഇല്ല, ഒന്നുമില്ല ഒരവസ്ഥ. എവറിത്തിങ് ഈസ് ഇൻ ഡിസോർഡർ. ഓക്കെ, അപ്പോൾ അവിടെയാണ് അദ്ദേഹം എന്ത് വേണമെന്ന് പറയുന്നത്, ഈ അനക്കി മാറ്റിയിട്ട് അവിടെ കൾച്ചർ വരേണ്ടതുണ്ട് എന്നുള്ളതാണ് അർണോൾഡ് പറയുന്നത്. Arnold classifies the English society into the barbarians, the Philistines and the populace. ഇങ്ങനെ അദ്ദേഹം ഇംഗ്ലീഷ് സൊസൈറ്റി അർണോൾഡ് 3 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്.
ബാർബേറിയൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നു, ഫിലിസ്റ്റൈൻസ് ആൻഡ് പോപ്പുലേസ്. ഈ കൾച്ചർ ആൻഡ് ആനക്കി എന്ന് പറയുന്ന എസ്സേസിനകത്താണ് അദ്ദേഹം ഇത് പറയുന്നത്. ഇതിൽ ബാർബേറിയൻസ് എന്ന് പറയുന്നത് അദ്ദേഹം അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള ആളുകൾ, സമൂഹത്തിൽ അത്യാവശ്യം ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളെയാണ് അദ്ദേഹം ബാർബേറിയൻസ് എന്ന് പറയുന്നത്. ശരിക്ക് അവരെ ഈ ബാർബേറിയൻസ് എന്ന് പറഞ്ഞാൽ അപരിഷ്കൃതരായിട്ടുള്ള ആളുകൾ എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. സോ ആ രീതിയിലെയാണ് അദ്ദേഹം ഈ നോബിളായിട്ടുള്ള ആളുകൾ അദ്ദേഹം കാണുന്നത്. സോ the barbarians are the aristocrats or nobles who, despite being highly sophisticated externally, suffer from a lack of philosophy. അപ്പോൾ അവർ ഇങ്ങനെ ബാർബേറിയൻസ് എന്ന് വിളിക്കാതെ കാരണം അവർ ഒരു പക്ഷേ പുറമേ ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കാം, വലിയ പദവികളുള്ള ആളുകളായിരിക്കാം, പുറമേക്ക് കാണുമ്പം എന്തോ വലിയ ആളുകളാണെന്ന് തോന്നിയേക്കാം. ബട്ട് അവരുടെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒരു ഒന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നത്. ദ ലാക്ക് philosophy, they suffer from lack of philosophy. And then another team is the Philistines. They are the middle class who are highly materialistic but equally capable of creating a collective movement of culture if properly educated and humanized. രണ്ടാമത്തെ ടീമാണ് ഫിലിസ്റ്റൈൻസ്. അവർ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളാണ് അദ്ദേഹം ഫിലിസ്റ്റൈൻസ് എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്, എപ്പോഴും പണത്തിൻ്റെ പിന്നാലേക്ക് പോകുന്ന ആളുകളാണ്. പക്ഷെ ഇവരെയൊക്കെ ഒന്ന് ഉഷാറാക്കിയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ മൂവ്മെൻറ്റുകളൊക്കെ നടത്താൻ ഇവർക്ക് പറ്റും എന്നൊക്കെ അദ്ദേഹം വിശ്വസിക്കുന്നു. ദെൻ പോപ്പുലേസ് എന്ന് പറയുന്നതാണ് ലാസ്റ്റ് കാറ്റഗറി. ദിസ് ഈസ് ദ വർക്കിംഗ് ക്ലാസ് ഹു ആർ എക്സ്പ്ലോയിറ്റഡ് ബൈ ബോത്ത് ദി അതർ ക്ലാസ്സസ്. ഈ ബാർബേറിയൻസും ഫിലിസ്റ്റൈൻസും എല്ലാ സമയത്തും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആ ഒരു ക്ലാസ്സാണ് ഈ പോപ്പുലേസ് എന്ന് പറയുന്ന ക്ലാസ്. സോ ദേ ആർ സ്റ്റിൽ റോ ആൻഡ് ബ്ലൈൻഡ് സേസ്. ഇവരിപ്പോഴും അല്ലേ, അവരെ ഏത് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. ഇവരിപ്പോഴും റോ ആണ്, എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകളാണ്. ഇങ്ങനെയൊക്കെയുള്ള അധികം എന്താ പറയുക, സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ്, എഡ്യൂക്കേഷണലി പിന്നോക്കം നിൽക്കുന്നവർക്ക് ആയിട്ടുള്ള ക്ലാസ്സാണ് ഇവർ, പോപ്പുലേസ് എന്ന് പറയുന്ന ക്ലാസ്. ദെൻ ഫിലിസ്റ്റൈൻസ് ബിലീവ് ദാറ്റ് പ്രോഗ്രസ്സസ് ഒറിജിനേറ്റ്സ് ഫ്രം മെറ്റീരിയൽ പ്രോസ്പെരിറ്റി ആൻഡ് റിച്ചസ്. അഗെയിൻസ്റ്റ് ദിസ് മെറ്റീരിയലിസ്റ്റിക് ഔട്ട്ലുക്ക് അർണോൾഡ് പ്രപ്പോസസ് എ റിയലൈസേഷൻ ഓഫ് കൾച്ചർ. ഈ രണ്ടാമത്തെ കാറ്റഗറിയാണ് കൂടുതൽ മെറ്റീരിയലിസ്റ്റിക് എന്ന് നമ്മൾ പറഞ്ഞു. സോ ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളത് കുറേ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി ലഭിക്കുക, ഒരുപാട് പണം സമ്പാദിക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു അന്നൊക്കെയാണ് ഇങ്ങനെ ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നത്. സോ അർണോൾഡ് പറയുന്നത് ഇതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. അഗെയിൻസ്റ്റ് ദിസ് മെറ്റീരിയലിസ്റ്റിക് ഔട്ട്ലുക്ക് അർണോൾഡ് പ്രപ്പോസസ് എ റിയലൈസേഷൻ ഓഫ് കൾച്ചർ ഉണ്ടാവുകയാണ് വേണ്ടത്, അല്ലാതെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പണമോ അതല്ലെങ്കിൽ മറ്റ് സമ്പത്തോ ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ള. കൾച്ചർ സെയ്സ് അർണോൾഡ് ഈസ് എ സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് മൂവ്സ് ബൈ ദി ഫോഴ്സ് നോട്ട് മിയർലി ഓർ പ്രൈമറിലി ഓഫ് ദി സയൻറ്റിഫിക് പാഷൻ ഫോർ പ്യുവർ നോളജ് ബട്ട് ആൾസോ ഫോർ ദി മോറൽ ആൻഡ് സോഷ്യൽ പാഷൻ ഫോർ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഒരു നല്ല കൾച്ചർ ഉണ്ടാവുക എന്നുള്ളത് ആളുകളെല്ലാം ഭയങ്കര സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുന്നു, ഇൻ്റലക്ച്വലായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, പീപ്പിൾ ഹാവ് ടു ബി ലിറ്റിൽ ബിറ്റ് മോറൽ ഓൾസോ എന്നുള്ളതാണ്. മൊറാലിറ്റിയും നല്ലൊരു കൾച്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നാണ് അർണോൾഡ് വിശ്വസിക്കുന്നത്. ആൻഡ് ദെൻ ഹി സേസ് all great literatures of all time and places are treasure houses of culture. So parochialism and narrowness of visions like that of Victorian England will not aid us in our pursuit of perfection, which is all culture about. So all great literatures, നല്ല ലിറ്ററേച്ചേഴ്സ് എന്ന് പറയുന്ന ക്ലാസിക്കലായിട്ടുള്ള വർക്കുകളെല്ലാം ട്രഷർ ഹൗസ് ഓഫ് കൾച്ചർ എന്ന് അർണോൾഡ് പറയുന്നു. ഓക്കെ, സോ പാരോക്കിയലിസം ആൻഡ് നാരോനെസ് ഓഫ് വിഷൻസ് ലൈക്ക് ദി വിക്ടോറിയൻ ഇംഗ്ലണ്ട്. വിക്ടോറിയൻ ഇംഗ്ലണ്ടിലുള്ള ഈ ഒരു നാരോ കാഴ്ചപ്പാട്, അത് തന്നെയാണ് ഈ പാരോക്കിയലിസം എന്നും നാരോനെസ് എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. ഈ നാരോ കാഴ്ചപ്പാട് വിക്ടോറിയൻ പീപ്പിളിൻ്റെ, ഇത് നമ്മളെ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇറ്റ് വിൽ നോട്ട് എയ്ഡ് us in our pursuit of perfection. To him, culture is a harmonious perfection in which both beauty and intelligence are present, which unites the noble ideals of sweetness and light. സോ ഒരു കൾച്ചറിനകത്ത് ഉണ്ടാവേണ്ട രണ്ട് കാര്യമാണ് അദ്ദേഹം പറയുന്നത്, ബ്യൂട്ടി ആൻഡ് ഇൻ്റലിജൻസ്. ഓക്കെ, അപ്പം
ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്യൂട്ടി എന്നുള്ളതിനെ കൊണ്ട് ആർട്ടാണ്, നമ്മുടെ എസ്തെറ്റിക് എബിലിറ്റിയാണ്. ആളുകൾക്ക് കവിത ആസ്വദിക്കാനും കഥ ആസ്വദിക്കാനും ആർട്ട് ആസ്വദിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരു സമൂഹമായിരിക്കണം. അതേസമയം തന്നെ അവർ ഇൻ്റലിജൻ്റ് ആകും വേണം. ഓക്കെ, അവർക്ക് നല്ല വിവരം ഉണ്ടാവണം, നോളജ് ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. ഇതെല്ലാം ഒരുപോലെ ചേർന്ന് വരുന്ന സമയത്താണ് ഒരു നല്ല കൾച്ചർ ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ആൻഡ് സോ ഇത് ഏതുപോലെയാണ്, വൺ ഈസ് സ്വീറ്റ്നെസ് ആൻഡ് അനദർ വൺ ഈസ് ലൈറ്റ്. സ്വീറ്റ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ബ്യൂട്ടി, നമുക്ക് ആർട്ടും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ആ ഒരു കഴിവ്. സോ ദാറ്റ്സ് വാട്ട് സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ് ഈസ് ആക്ച്വലി നോളജ് ആൻഡ് ഇൻ്റലക്ട് ആൻഡ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എസെൻഷ്യലാണെന്നർത്ഥം. ഓക്കെ, ബ്യൂട്ടി ആൻഡ് ട്രൂത്ത്, നമ്മുടെ കീറ്റ്സ് ഒക്കെ പറഞ്ഞ പോലെ അതാണ് സാധനം, ബ്യൂട്ടി ആൻഡ് ട്രൂത്ത്. ദീസ് ടു തിങ്സ് ആർ very important for a culture, for a better culture. So culture like poetry creates the lovely and delicate components or ingredients of perfection. Yeah. So if you want to be perfect, you should have a great culture. That's it. Then what Arnold thinks about function of poetry, let's see. Matthew Arnold had a very exalted notion of poetry. He believed that poetry is the religion of future. He opens his essay, The Study of Poetry, with a prophecy. This future of poetry is immense because in poetry, where it is worthy of its high destinies, our race, as time goes on, will find an ever surer and surer stay. So, അദ്ദേഹം വിശ്വസിക്കുന്നത് പോയട്രി ഈസ് ലൈക്ക് എ റിലീജിയൻ ഓഫ് ഫ്യൂച്ചർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റഡി ഓഫ് പോയട്രി എന്ന് പറയുന്ന ആ ഒരു എസ്സേ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഒരു പ്രൊഫസി, ഇനി എന്ത് നടക്കാൻ പോകുന്നൊരു കാര്യം എന്നുള്ള രീതിയിൽ ഒരു പ്രൊഫസി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റഡി ഓഫ് പോയട്രി ആരംഭിക്കുന്നത്. ഇതിനകത്ത് പറയുന്നത് കവിതയ്ക്ക് നല്ല ഒരു ഫ്യൂച്ചറുണ്ട്. നമ്മൾ വിചാരിക്കും കവിതയ്ക്കൊന്നും ഭാവിയിൽ ഒരു പ്രാധാന്യം ഉണ്ടാവില്ല, ആരും ശ്രദ്ധിക്കാത്ത ഒരു ജോൺറ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണെന്നാണ് അർണോൾഡ് പറയുന്നത്. പോയിട്രി ഹാസ് ഗോട്ട് എ ഗ്രേറ്റ് സ്കോപ്പ് എന്നുള്ളതാണ്. ദ ഫ്യൂച്ചർ ഓഫ് പോയിട്രി ഈസ് ഇമ്മെൻസ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇൻ പോയിട്രി വേർ ഇറ്റ് ഈസ് വർത്തി ഓഫ് ഇറ്റ്സ് ഹൈ ഡെസ്റ്റിനീസ്, അവർ റേസ് ആസ് ടൈം ഗോസ് ഓൺ വിൽ ഫൈൻഡ് എൻ എവർ ഷുവറർ സ്റ്റേ. സോ പോയിട്രിക്ക് വലിയ ഹൈ ഡെസ്റ്റിനീസിലെത്താൻ പറ്റും. അത്രമാത്രം വേർത്ത് കവിതക്കുണ്ട്, വാല്യൂ കവിതക്കുണ്ട്, വലിയ ഇടങ്ങളിലേക്ക് കവിത എത്തും, കവിതയ്ക്ക് വലിയ സ്ഥാനം ഉണ്ടാവും സമൂഹത്തിൽ എന്ന് അദ്ദേഹം പറയുന്നത്. ആസ് ടൈം ഗോസ് ഓൺ, കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആളുകളെല്ലാം ഒരു അഭയം പ്രാപിക്കുന്നത്, എല്ലാം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ഒരു കൺസലേഷന് വേണ്ടിയിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺസലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കവിതയായിരിക്കും. ഓക്കെ, ആസ് ടൈം ഗോസ് ഓൺ വിൽ ഫൈൻഡ് എൻ എവർ ഷുവറർ സ്റ്റേ. സോ യു വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ പോയട്രി ഇൻ ദ ഫ്യൂച്ചർ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, so poetry will of course have a great place in the society in the future. That's what he says. So he designated poetry as the criticism of life. Already നമ്മൾ പറഞ്ഞു ഇങ്ങനെ ആയിരിക്കണം കവിത നമ്മുടെ ലൈഫിനെ കുറിച്ചാണത് പറയേണ്ടത്. ലൈഫിനെ കുറിച്ചുള്ള എന്താ പറയുക, എങ്ങനെ ഒരു മനുഷ്യനെ ശരിക്ക് നല്ല ഒരാളാക്കി മാറ്റേണ്ടതുണ്ട് കവിതയ്ക്ക്. അങ്ങനെ ഒരു ഡ്യൂട്ടി കവിതയ്ക്കുണ്ട്. ഓക്കെ, അത് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് നത്തിങ്, ദാറ്റ്സ് എ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. ഒരാളുകളെ നിങ്ങൾ നല്ല രീതിയിലേക്ക് മോറലി ഗുഡ് ആക്കുമ്പോൾ വാട്ട് യു ആർ ഡൂയിങ് ഈസ് ക്രിറ്റിസിസം ഓഫ് ലൈഫ്. സോ ദിസ് ഷുഡ് ബി ദ എൻഡ് ഓഫ് ഓർ എയിം ഓഫ് പോയട്രി. ഓക്കെ, സോ അർണോൾഡ് ബിലീവ്ഡ് ദാറ്റ് മാൻകൈൻഡ് വുഡ് റിട്ടേൺ മോർ ടു പോയട്രി ടു ഇൻ്റർപ്രറ്റ് ലൈഫ്, ടു സസ്റ്റെയിൻ ഇറ്റ് സെൽഫ് ആൻഡ് ടു ഗെറ്റ് കൺസലേഷൻ. നമ്മൾ റിപ്പീറ്റേഷനാണ് ഇതെല്ലാം. എല്ലാ ആളുകൾ പോയട്രിയിലേക്ക് മടങ്ങും ഇൻ ഫ്യൂച്ചർ ടു ഗെറ്റ് കൺസലേഷൻ. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് മീൻസ്. And then poetry must relate to the issues and problems of humanity in philosophical and moral way. Echoing Wordsworth, Arnold also thought that science would be incomplete without poetry. Religion and philosophy would be replaced by poetry. അദ്ദേഹം പറയുന്നത്. So poetry should address the issues and problems of humanity, he says. Then വേർഡ്സ്വർത്ത് ഒക്കെ പറയുന്ന പോലെ തന്നെ ഇദ്ദേഹവും പറയുന്നു, അർണോൾഡും പറയുന്നു. വേർഡ്സ്വർത്തും ഇതുപോലുള്ള ഒരു ആശയം പറഞ്ഞിട്ടുണ്ട്.
സയൻസ് പോലും ഇൻകംപ്ലീറ്റ് ആണ് പോയിട്രി ഇല്ലെങ്കിൽ, വിത്തൗട്ട് പോയിട്രി. സോ നമ്മൾ എന്തിൻ്റെ പിന്നിലും ഒരു ഇമാജിനേഷൻ ഉണ്ട്. ഒരു സയൻസ് ആണെങ്കിൽ പോലും ഒരു നത്തിങ്നെസ് എന്നല്ല ഉണ്ടാകുന്നത്. ശരിക്കും നമുക്ക് സയൻസ് എന്തെങ്കിലും ഒരു സംഭവം ഇൻവെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും പല ആളുകളും ഇത്, അല്ലെങ്കിൽ ആ ഇൻവെൻറ്റ് ചെയ്ത ആ ഒരു മനുഷ്യനെങ്കിലും അത് ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ അത് കണ്ടിട്ടുണ്ടാവും. ഇമാജിനേഷൻ ഈസ് ദെയർ എവ്രിവെയർ, അണ്ടർസ്റ്റാൻഡ്. സോ സയൻസ് പോലും ഇൻകംപ്ലീറ്റ് ആണ് വിത്തൗട്ട് പോയിട്രി എന്നുള്ള. ഇനി അദ്ദേഹം പറയുന്നത് ആളുകൾ റിലീജിയനും ഫിലോസഫിയും എല്ലാം മാറ്റിയിട്ട് അതിൻ്റെ സ്ഥാനം ആർക്ക് കൊടുക്കും? കവിതയ്ക്ക് കൊടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, ആൻഡ് പോയിട്രി ഈസ് ദി കോമ്പിനേഷൻ ഓഫ് തോട്ട് ആൻഡ് ആർട്ട് വേർ ഇമ്പോസ്റ്റേഴ്സ് ഓർ പ്രിറ്റൻഡേഴ്സ് കുഡ് നോട്ട് ത്രൈവ്. സോ പോയിട്രി എന്ന് പറയുന്നത് തോട്ടും ആർട്ടും, ഇൻ്റലക്റ്റ് ഉണ്ട് അതിനകത്ത്, അതുപോലെ തന്നെ ഇമാജിനേഷൻ ഉണ്ട്. അതാണ് ഈ തോട്ട് ആൻഡ് ആർട്ട് എന്നുള്ളതിനെ ഉദ്ദേശിക്കുന്നത്. തോട്ട് നമുക്ക് ഇൻ്റലക്റ്റ് എന്നുള്ളതിനൊക്കെ പറയാം. സോ രണ്ടും ഇതിൻ്റെയും ഒരു മിക്സറാണ്. ഇതിനകത്ത് പ്രിറ്റൻഡ് ചെയ്യുന്ന, ഇതിനകത്ത് കുറേ കവികളാണെന്ന് പറഞ്ഞ് പ്രിറ്റൻഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ അവർ പൊള്ളയായ കവിതകളായിരിക്കും. ഇതിനകത്ത് തോട്ടോ ആർട്ടോ ഒന്നും ഉണ്ടാവില്ല. അത്ര ആളുകൾക്ക് സ്ഥാനമില്ല കവിതയിൽ എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. And according to Arnold, what humanity needs is best poetry, which alone has the power of forming, sustaining, and delighting us, because this is very important. And Arnold prescribed his famous touchstone method to find out best poetry. So നമുക്ക് ആവശ്യം ഇങ്ങനെയുള്ള നിലവാരമില്ലാത്ത പോയംസ് അല്ല, വി നീഡ് ബെസ്റ്റ് പോയട്രി. ഓക്കെ, അത് മാത്രം, ദിസ് ബെസ്റ്റ് പോയട്രി എലോൺ ഹാസ് ദി പവർ ഓഫ് ഫോമിങ്, സസ്റ്റെയിനിങ് ആൻഡ് ഡിലൈറ്റിങ് അസ്, നമ്മളെ ഇവിടെ ജീവിതത്തിൽ നിലനിർത്താനും നമ്മളെ സന്തോഷിപ്പിക്കാനും ഒക്കെയുള്ള പവർ ഈ ബെസ്റ്റ് പോയട്രിക്ക് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ബെസ്റ്റ് പോയട്രി കണ്ടെത്തുക എന്നുള്ളതും ബെസ്റ്റ് പോയട്രി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക എന്നുള്ളതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബെസ്റ്റ് പോയട്രി കണ്ടെത്താനുള്ള അദ്ദേഹം കണ്ടെത്തിയ ഒരു മെത്തേഡാണ് ഈ ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നത്. എങ്ങനെ ബെസ്റ്റ് പോയട്രി കണ്ടെത്താം, അത് നമ്മൾ ഉടൻ തന്നെ വിൽ ഡിസ്കസ് ഇൻ ദിസ് വീഡിയോ, വിൽ ഡിസ്കസ് ദാറ്റ്. So according to Arnold, the ultimate function of poetry is the noble and profound application of ideas to life under the conditions fixed by the laws of poetic truth and poetic beauty. So according to Arnold, ഈ പോയട്രിയുടെ ഒരു ഫംഗ്ഷൻ വീണ്ടും അദ്ദേഹം പറയുന്നു, ഫംഗ്ഷൻ ഓഫ് പോയട്രി is the noble and profound application of ideas to life. ഓക്കെ, അപ്ലിക്കേഷൻ ഓഫ് ഐഡിയാസ് ടു ലൈഫ്, ലൈഫിലേക്ക് ന്യൂ ഐഡിയാസ് തരിക എന്നുള്ളതാണ്. അണ്ടർ ദി കണ്ടീഷൻ ഫിക്സ്ഡ് ബൈ ലോസ് ഓഫ് പോയറ്റിക് ട്രൂത്ത് ആൻഡ് പോയറ്റിക് ബ്യൂട്ടി. സോ ഇതിനകത്ത് പോയറ്റിക് ട്രൂത്തും പോയറ്റിക് ബ്യൂട്ടിയും നമ്മളെ കവിതക്കകത്ത് ഉണ്ടാകേണ്ടതുണ്ട്. ഇതെന്താണ് സംഭവം എന്നുള്ളത് നോക്കാം. Poetic truth refers to the realistic and truthful depiction of ideas and characters, whereas poetic beauty is the style and charm rendered by poetry. ഓക്കെ, അപ്പം പോയറ്റിക് ട്രൂത്ത് എന്ന് പറയുന്നത് കാര്യങ്ങളെ റിയലിസ്റ്റിക് ആയിട്ടും ട്രൂത്ത്ഫുൾ ആയിട്ടും വേണം നമ്മൾ ഡെപ്പിക്റ്റ് ചെയ്യാൻ. ഓക്കെ, നമ്മളൊരു കവിതയിലൂടെ ഒരു കാര്യം പറയുമ്പോൾ അത് കളവാവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക്, ഇറ്റ് ഷുഡ് ബി ട്രൂത്ത്ഫുൾ. സോ ആ ഒരു ട്രൂത്ത്ഫുൾ ഡെപ്പിക്ഷൻ ഓഫ് ഐഡിയാസ് നമ്മൾ അത്തരം ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഡെപ്പിക്ഷൻ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് നമ്മൾ പോയറ്റിക് ട്രൂത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉണ്ടാവേണ്ടത് എന്താണ്? പോയറ്റിക് ബ്യൂട്ടി. അത് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന കവിത ബ്യൂട്ടിഫുൾ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല പോയറ്റിക് ഡിവൈസുകളെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇത് രണ്ടും മീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈഫ് ആൻഡ് വെൻ ദീസ് കണ്ടീഷൻസ് ആർ മെറ്റ്, പോയട്രി ബിക്കംസ് ക്രിറ്റിസം ഓഫ് ലൈഫ്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ കവിത മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ദിസ് പോയം ഈസ് വാട്ട് അർണോൾഡ് സെയ്സ്, ക്രിറ്റിസം ഓഫ് ലൈഫ്. ഇതിനെയാണ് അദ്ദേഹം ക്രിറ്റിസം ഓഫ് ലൈഫ് എന്നുള്ളതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, നമുക്ക് ആ ടച്ച് സ്റ്റോൺ മെത്തേഡ് കുറച്ച് സമയമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് നൗ, ടച്ച് സ്റ്റോൺ മെത്തേഡ്. So Arnold introduced the touchstone method in his essay, A Study of Poetry. ഈ ഒരു essay, സ്റ്റഡി ഓഫ് പോയട്രി എന്ന essayയിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. He believed in the need for an impassioned and objective valuation of literature.
Arnold thought that the existing critical tradition was insufficient for achieving this goal. The touchstone method is a concrete and objective approach to discovering true poetry. സോ ഞാൻ പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ നമുക്ക് നിലവിലുള്ള ക്രിറ്റീസം അനുസരിച്ചിട്ട് നടത്താൻ പറ്റുന്നില്ല. ഒരു കവിത നല്ല കവിതയാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന് പറയുമ്പോൾ എങ്ങനെ നല്ല കവിതയെ നമ്മൾ കണ്ടെത്തും? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. സോ വളരെ ഒബ്ജക്റ്റീവായിട്ട് കവിതയെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ലിറ്ററേച്ചറിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹം വിശ്വസിച്ചത്. സോ അപ്പോൾ അതിൻ്റെ ഒരു എക്സിസ്റ്റിംഗ് ക്രിട്ടിക്കൽ ട്രഡീഷൻ, നിലവിലുള്ള ക്രിറ്റിസിസം അതിന് ആപ്റ്റ് അല്ല, ഇൻസഫിഷ്യൻ്റ് ആണ് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ടെക്നിക്ക് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. സോ അദ്ദേഹം വിശ്വസിക്കുന്നത് ദിസ് ഈസ് എ കോൺക്രീറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് അപ്രോച്ച് ടു ഡിസ്കവർ ട്രൂ പോയട്രി, അല്ലേ, യഥാർത്ഥ പോയട്രി, നല്ല പോയട്രി എന്താണെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു അപ്രോച്ചാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്, ഈ ഒരു ടച്ച് സ്റ്റോൺ. സോ എ ടച്ച് സ്റ്റോൺ റെഫേഴ്സ് ടു ദി passages or lines from the works of great masters. Okay, the critic compares these touchstones with the poetry of other writers. So ഇവിടെ ഒരു ടച്ച് സ്റ്റോൺ എന്ന് പറയുന്നത് ലിറ്ററലി നമ്മൾ ഈ ഗോൾഡ് സ്മിത്സിൻ്റെ അടുത്ത്, സ്വർണ്ണപ്പണിക്കാരൊക്കെ ചെയ്യുന്ന അവരുടെയൊക്കെ അടുത്ത് ഈ ഗോൾഡിൻ്റെ മാറ്റി നോക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്ന ആ ഒരു സ്റ്റോണാണ്, വരച്ച് നോക്കുന്ന സ്റ്റോൺ. അതാണ് അതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ്. ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ കവിതയിൽ വരുന്ന ടച്ച് സ്റ്റോൺ എന്താണ്? The touchstones refers to passages or lines from the works of great masters. നമ്മുടെ ഗ്രേറ്റ് പോയറ്റ്സ് ആയിട്ടുള്ള മിൽട്ടൺ, ഷേക്സ്പിയറെ പോലെയൊക്കെയുള്ള ഗ്രേറ്റ് പോയറ്റ്സിൻ്റെ അവരുടെ കവിത നമുക്കൊരു ടച്ച് സ്റ്റോൺ ആയിട്ട് എടുക്കാം, ഒരു മോഡലായിട്ട് എടുക്കാം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള കവിത ഈ ഷേക്സ്പിയറിൻ്റെയും മിൽട്ടൻ്റെയും കവിതയുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കുക, ഓക്കെ, കമ്പയർ ചെയ്യുക. അപ്പോൾ അതേ ഒരു സ്റ്റാൻഡേർഡ് നമ്മളെ കയ്യിലുള്ള കവിത മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു നല്ല കവിതയായിട്ട് കണക്കാക്കാൻ പറ്റും. അതാണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സോ ദ ക്രിട്ടിക് കമ്പയേഴ്സ് ദീസ് ടച്ച് സ്റ്റോൺ വിത്ത് പോയട്രി ഓഫ് അതർ റൈറ്റേഴ്സ്. മറ്റുള്ള ഇപ്പോൾ ടച്ച് സ്റ്റോൺ എന്ന് പറയുന്നത് സ്വർണ്ണപ്പണിക്കാർ ഉപയോഗിക്കുന്ന കല്ല്, ആ കല്ല് നമ്മളിവിടെ കവിതയിൽ വരുന്ന സമയത്ത് അത് ഗ്രേറ്റ് റൈറ്റേഴ്സിൻ്റെ പോയംസാണ്. അവരുടെ കവിതകളിൽ നിന്നുള്ള നല്ല ചില വരികൾ ഉണ്ടായാൽ മതി, അതൊരു ടച്ച് സ്റ്റോൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. അതിൽ നമ്മളെ കയ്യിലുള്ള കവിതയുമായിട്ട് അതിനെ കമ്പയർ ചെയ്യും. ഓക്കെ, so by using this method, you can see here, the critic can evaluate the true merit of the poetry being analyzed. Arnold suggests using passages or lines from masters like Homer, Dante, and Milton, and William Shakespeare, right? ഇവരുടെയൊക്കെ ലൈൻസ്, ഇവരുടെയൊക്കെ പാസേജസ് നമുക്ക് ടച്ച് സ്റ്റോൺസ് ആയിട്ട് എന്ത് ചെയ്യാം, ഉപയോഗിക്കാമെന്നാണ് അർണോൾഡ് പറയുന്നത്. The touchstone method provides a concrete criterion for criticism, in contrast to abstract methods like historical and personal criticism. ഈ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം, പേഴ്സണൽ ക്രിറ്റിസിസം ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ടച്ച് സ്റ്റോൺ മെത്തേഡാണ് നല്ല ഒരു ഒബ്ജക്റ്റീവ് മെത്തേഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ Arnold drew inspiration for the touchstone method and the method of comparative analysis from the Greek literary ക്രിട്ടിക് ആൻഡ് ഫിലോസഫർ ലൊഞ്ചൈനസ്. ലൊഞ്ചൈനസിൻ്റെ അടുത്ത് നിന്നാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നത്. ഓക്കെ, സോ ഇനി അദ്ദേഹം ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം, ക്രിറ്റിസിസത്തിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അവർ നെക്സ്റ്റ് ടൈറ്റിൽ. ദി ഒറിജിനാലിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാത്യു അർണോൾഡ് ആസ് എ ക്രിട്ടിക് ലൈസ് ഇൻ ദി ഫാക്ട് ഹി ലൈഡ് ഡൗൺ പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിറ്റിസിസം ആൻഡ് ബ്രോഡ് ക്രിറ്റിസിസം ടു സ്റ്റാൻഡ് ഓൺ എ സോളിഡ് ഗ്രൗണ്ട്. The importance he attached to criticism can be seen as a reaction to the romantic tradition of putting the creative faculty above the critical faculty. ഇദ്ദേഹം അർണോൾഡ് ക്രിറ്റിസിസത്തിന് ഭയങ്കര പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൊമാൻറ്റിക് പീരീഡിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ അവർ ഈ ഒരു ക്രിയേറ്റീവ് ഫാക്കൽറ്റിക്കാണ്, നമുക്ക് ഒരു ക്രിയേറ്റിവിറ്റിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പോൾ ഒരു കവിയും ഒരു ക്രിട്ടിക്കും ഉണ്ടെങ്കിൽ അവർ കവിക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം. സോ അർണോൾഡാണ് ക്രിറ്റിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ക്രിറ്റിസത്തിന് ഒരു 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 സോളിഡ് ഗ്രൗണ്ട് നൽകുന്നത് അർണോൾഡാണ്. സോ ഇൻ ദി എസ്സേ ദി ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം അറ്റ് ദി പ്രസൻറ്റ് ടൈം ഹി ആർഗ്യൂസ് ദാറ്റ് ക്രിട്ടിക്കൽ പവർ ഈസ് ഇൻ നോ വേ ഇൻഫീരിയർ ടു ക്രിയേറ്റീവ് ഫാക്കൽറ്റി. ഒരിക്കലും ക്രിട്ടിക്കൽ പവർ ഒരു ക്രിയേറ്റീവ് ഫാക്കൽറ്റി അല്ലെങ്കിൽ ക്രിയേറ്റീവ് പവറിൻ്റെ താഴെയല്ല. ദ ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം അറ്റ് ദി പ്രസൻറ്റ് ടൈം എന്നുള്ള എസ്സേയിലാണ് അദ്ദേഹം പറയുന്നത്.
The elements with which creative power works are best ideas uh, and the task of creating true and fresh ideas is the responsibility of criticism. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേരുമ്പോഴാണ് നല്ല വർക്ക് ഉണ്ടാകുന്നത്. ഒരു ക്രിട്ടിക്കിനെയും നമുക്ക് ആവശ്യമുണ്ട്, അതുപോലെ പോയിറ്റിനെയും നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ശരിക്കും പോയിറ്റ്സിനൊക്കെ നല്ല ഐഡിയാസ് നൽകുന്നത്, അദ്ദേഹം പറയുന്നു, പോയിറ്റ്സിനൊക്കെ നല്ല ഐഡിയാസ് നൽകുന്നത് ക്രിട്ടിക്കാണ്. ഓക്കെ, ശരിക്കും ഒരാൾ തന്നെ രണ്ടും ആവുകയാണെങ്കിൽ വളരെ നല്ലത്. ഓക്കെ, then Arnold continues in his essay to say that the critical power tends to make the best ideas prevail. This is the function of criticism according to him. നമ്മുടെ ബെസ്റ്റ് ഐഡിയാസ് അല്ലെങ്കിൽ നല്ല കവിതയെ ഒരു ശരിക്കും എവർലാസ്റ്റിംഗ് ആക്കുന്നത്, എന്നും നിലനിർത്തുന്നത് ഇത് ക്രിട്ടിക്സ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ക്രിറ്റിസിസം സീക്സ് ടു എസ്റ്റാബ്ലിഷ് ആൻ ഓർഡർ ഓഫ് ട്രൂ ഐഡിയാസ് ബൈ റീപ്ലേസിംഗ് ഓൾഡ് ലെസ് ട്രൂ വൺസ് ആൻഡ് ദസ് ടു മേക്ക് ആൻ ഇൻ്റലക്ച്വൽ സിറ്റുവേഷൻ that allows creative potential to be exercised. A poet is ultimately formed and shaped by critical faculty. നമുക്കതിനെ ചുരുക്കി പറയാം, ഒരു നല്ല ഒരു കവിയെ ഫോം ചെയ്യുന്നത് ഒരു നല്ല ക്രിട്ടിക്കാണ്. ഓക്കെ, നമ്മളുടെ കവിതയെ ആരും ജഡ്ജ് ചെയ്യുന്നില്ലെങ്കിൽ സോ നമുക്കത് ശരിക്കും നല്ല കവിതകൾ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഒരു പക്ഷേ ഒരു പ്രോബ്ലമാണ്. അപ്പം നമ്മുടെ ഒരു കവിത നല്ലതാണോ മോശമാണോ, അല്ലെങ്കിൽ എങ്ങനെ കവിതയാവണം, അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒക്കെ ഒരു ക്രിട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നല്ല കവിതകൾ വീണ്ടും ജനിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, മറ്റേത് എന്ത് എഴുതി കഴിഞ്ഞാലും കവിത എന്നുള്ള രീതിയിലേക്ക് പോകും. ഓക്കെ, then Arnold says that a poet, for instance, ought to know life and the world before dealing with them in poetry. And life and the world in modern times are very complex. സോ അർണോൾഡ് പറയുന്നത് ഒരു പോയിറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലൈഫും വേൾഡും, ലൈഫിനെ കുറിച്ചിട്ടും ഈ ലോകത്തെക്കുറിച്ചും വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു നല്ല കവിത എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ ഇന്നത്തെ വിക്ടോറിയൻ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു ഇത് രണ്ടും പഠിക്കുക എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ലൈഫ് ആൻഡ് ദ വേൾഡ് ഇൻ മോഡേൺ ടൈംസ് ആർ വെരി കോംപ്ലെക്സ്. ദാറ്റ്സ് വാട്ട് ഹി സെഡ്. The creation of a modern poet to be worth much implies a great critical effort behind it. Else it must be a comparatively poor, barren and short-lived affair. So, ഒരു മോഡേൺ പോയിറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ, അത് നല്ല വേർത്തുള്ളൊരു പോയിറ്റ് ആക്കുന്നതിൽ ക്രിറ്റിസത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ടെന്നാണ്. എ ഗ്രേറ്റ് ക്രിട്ടിക്കൽ എഫേർട്ട് അതിൻ്റെ പിന്നിലുണ്ട് ഒരാളെ നല്ല കവിയാക്കുന്നതിൽ. Thus, we can say that function of criticism, according to Arnold, is to make it possible that best poetry is produced. നല്ല പോയട്രി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതാണ് ശരിക്ക് ക്രിറ്റിസത്തിൻ്റെ ഫങ്ഷൻ എന്നുള്ളതാണ്. ക്രിറ്റിസം ഉണ്ടാകുമ്പോഴാണ് നല്ല പോയട്രി ജനിക്കുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. So Arnold thinks this is the prerequisite for best literature. His classical learning and exalted notion of the function of poetry should also be borne in mind when we think of his ideas on function of criticism. അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻ ഓഫ് ക്രിറ്റിസത്തിൻ്റെ ഫങ്ഷനൊക്കെ അദ്ദേഹം പറയുമ്പം അദ്ദേഹത്തിൻ്റെ ക്ലാസിക്കൽ നോളജ് എല്ലാം നമ്മുടെ മനസ്സിൽ വേണം. കാരണം അദ്ദേഹം ഈ ക്ലാസിക്കൽ ഐഡിയാസാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് ആക്ച്വലി. ഇത് നെക്സ്റ്റ് ടൈറ്റിൽ ഈസ് മോറലിസ്റ്റിക് ക്രിറ്റിസം. അദ്ദേഹം കുറച്ച് മൊറാലിറ്റി ഒക്കെ വേണം കവിതയിൽ എന്ന് പറഞ്ഞ ആളാണ്. സോ Arnold was a proponent of moralistic criticism in literature. According to him, a critic is not a person who examines or evaluates just the work of art before her or him. Critic has a social role to educate and empower the people. ചുമ്മാ ഒരു കവിത എഴുതിയിട്ട് പോകാൻ പറ്റില്ല. ഒരു കവിക്ക് സൊസൈറ്റിയെ എഡ്യൂക്കേറ്റ് ചെയ്യുക, എംപവർ ചെയ്യുക എന്നുള്ള റോളും കൂടിയുണ്ട്, മോറലി ഗുഡ് ആക്കുക എന്നുള്ള റോളും കൂടിയുണ്ട്. ഓക്കെ, സോ ഇദ്ദേഹത്തിൻ്റെ ക്രിറ്റിസം ഒരു മോറലിസ്റ്റിക് ക്രിറ്റിസം ആണെന്ന് നമുക്ക് അതുകൊണ്ട് പറയാം. ഓക്കെ, മോറൽ ക്രിട്ടിക്കായിരുന്നു മൂപ്പര്. ആൻഡ് ഷ്യൂർ ഹി ഹാസ് ദി റെസ്പോൺസിബിലിറ്റി ടു ഡിസ്കവർ ദ ട്രൂ ഐഡിയാസ് ഓഫ് ദി ഏജ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം നല്ല ഐഡിയാസ് അദ്ദേഹം കണ്ടെത്തണം, നല്ല കാര്യങ്ങൾ സൊസൈറ്റിയെ പഠിപ്പിക്കണം, അതാണ്. So poetry is the criticism of life and it should teach people best ideas for good life. In his preface to the poems in 1853, he says that he has excluded M.P. Duckley's on Etna, a poem included in the previous volume, this time because it conveys too much of pessimism which will make the reader depressed. അദ്ദേഹത്തിൻ്റെ കവിത
മുൻപ് അദ്ദേഹം എഴുതിയ കവിത പിന്നീട് വരുന്ന മുമ്പത്തെ അദ്ദേഹത്തിൻ്റെ വോളിയംസിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആന്തോളജിയിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്ന ഈ ഒരു കവിത MP ഡക്ലീസ് ഓൺ എട്ട എന്ന് പറയുന്ന കവിത ലേറ്റർ ആയിട്ട് വരുന്ന അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൽ അത് ഉൾപ്പെടുത്തുന്നില്ല. കാരണം അദ്ദേഹം തന്നെ പറയുന്നു, അതിന് പിന്നീട് മനസ്സിലാകാണ് ഈ കവിത ആളുകളെ കുറച്ച് പെസിമിസ്റ്റ് ആക്കുന്നു, അതുപോലെ ആളുകളെ ഡിപ്രസ്ഡ് ആക്കുന്നു എന്നൊക്കെ പറയുന്നു. സോ അദ്ദേഹം തന്നെ എഴുതിയ കവിത പിന്നീട് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് പോയിട്രി അല്ല എന്ന് തോന്നുന്നതാണ്. ഓക്കെ, സോ ഹി ഹാസ് ഓൾസോ stated that poetry becomes truly great when it deals with the subject matter having high truth and high nobility. സോ നല്ല ഹൈ ട്രൂത്ത് ആൻഡ് ഹൈ നോബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ്, ചെറിയ ചെറിയ റൊമാൻറ്റിക്സ് കവിത പോയിറ്റ്സ് എഴുതിയ പോലെയുള്ള നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ച് കവിത എഴുതാൻ പാടില്ല. ഹൈ ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കണം, നോബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കണം. വേർഡ്സ് വർത്തൊക്കെ ഈ സോളിറ്ററി റീപ്പർ, ഡാഫഡിൽസ് ഇങ്ങനത്തെയൊക്കെയുള്ള വളരെ പൂക്കളെ കുറിച്ചിട്ടും പെണ്ണുങ്ങളെ ചെറിയ കൊയ്ത്ത് നടത്തുന്ന പെണ്ണുങ്ങളെ കുറിച്ചൊക്കെ കവിത എഴുതുന്നു. സോ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതല്ല കവി ചെയ്യേണ്ടത് എന്നുള്ളതാണ് അർണോൾഡ് പറയുന്നത്. ഓക്കെ, ദെൻ ഹൈ സീരിയസ്നെസ് ആൻഡ് ഹൈ ട്രൂത്ത് പോയട്രിക്ക് വേണ്ടിയ ഒരു സാധനമാണ്. സോ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞു, Arnold firmly believed that poetry has high destinies and that if poetry is to be capable of fulfilling those destinies, it should be of high order and seriousness. പോയട്രി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ വേർഡ്സ് വർത്ത് എഴുതുന്ന പോലെ വളരെ സിമ്പിളായിട്ടുള്ള നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ച് എഴുതാൻ പാടില്ല. കാരണം കവിതയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട്, ഡെസ്റ്റിനി വലിയ സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. ഇത് ഈ ഒരു സ്ഥാനം ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ഹൈ ഓർഡർ ആൻഡ് ഹൈ സീരിയസ്നെസ്, സീരിയസ് ആയിട്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത്. സോ അക്കോർഡിംഗ് ടു ഹിം പോയട്രി ഓഫ് ഹൈ ക്വാളിറ്റി വിൽ ഹാവ് പൊയറ്റിക് ട്രൂത്ത് ആൻഡ് പൊയറ്റിക് ബ്യൂട്ടി ബ്ലെൻഡഡ് ഈക്വലി. ഈ രണ്ട് സാധനം നമ്മൾ പറഞ്ഞതാണ് നേരത്തെ. ഇത് രണ്ടും ഈക്വലി, പൊയറ്റിക് ട്രൂത്ത് പൊയറ്റിക് ബ്യൂട്ടി ഈക്വലി ബ്ലെൻഡ് ആകുമ്പോഴാണ് നല്ല കവിതയാകുന്നത്. സോ പൊയറ്റിക് ട്രൂത്ത് ആൻഡ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ വി ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ ദിസ് അഗെയിൻ. Arnold says the substance and matter of the best poetry acquire the special character from possessing in an eminent degree truth and seriousness. So ബെസ്റ്റ് പോയട്രിക്ക് ഉണ്ടായിരിക്കേണ്ട സബ്സ്റ്റൻസ് എന്തായിരിക്കണം? നല്ല ട്രൂത്ത് ആൻഡ് സീരിയസ്നെസ് എന്നുള്ളതാണ്. ഹൈ ട്രൂത്ത് ആൻഡ് ഹൈ സീരിയസ്നെസ്. The superiority of poetic truth in terms of high truth and seriousness is inseparable from the superior nature of its manner and style. For the concept of high seriousness of poetry, Arnold is indebted to Aristotle, who observed that superiority of poetry over history is due to higher seriousness and higher truth it possesses. ഇത് നമ്മുടെ അരിസ്റ്റോട്ടിലൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ്. പോയട്രി ഹിസ്റ്ററിയേക്കാളും അതുപോലെ ഹിസ്റ്ററിയേക്കാൾ സുപ്പീരിയറാണ് പോയട്രി. അതിൻ്റെ കാരണം ഇതിൻ്റെ ഹൈ സീരിയസ്നെസ് ആൻഡ് ഹൈ ട്രൂത്ത് എന്നുള്ളതാണ്. Then the last point here is grand style. So grand style is the term coined by Matthew Arnold in one of his public lectures to refer to the distinctive style of Homer. ഹോമറുടെ സ്റ്റൈൽ പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു ഗ്രാൻഡ് സ്റ്റൈൽ എന്ന് പറയുന്ന ടേം അദ്ദേഹം കോയിൻ ചെയ്തത്. So grand style, also called high style, it's an attribute of rhetoric in an ancient discourse of persuasion manifested in speech and writing. So ഇതൊരു നമ്മൾ ശരിക്കും വേർഡ് വരുന്നത് ശരിക്കും ആൻഷ്യൻ്റ് സമയത്ത് പഴയ സ്പീച്ചിലും റൈറ്റിലൊക്കെ ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. സോ ദാറ്റ്സ് വാട്ട് ദിസ് ഗ്രാൻഡ് സ്റ്റൈൽ. സോ ഇൻ പോയട്രി ഗ്രാൻഡ് സ്റ്റൈൽ ഈസ് അണ്ടർസ്റ്റുഡ് ആസ് ആൻ എംപ്ലോയ്മെൻറ്റ് ഓഫ് മോറൽ ആൻഡ് ഹൈലി എംപ്ലിഷ്ഡ് ലാംഗ്വേജ് അലോങ് വിത്ത് സ്റ്റൈലിസ്റ്റിക് ഡിവൈസസ് ആൻഡ് സെർട്ടൻ റൈമിംഗ് ഡിസൈൻസ്. അപ്പോൾ പഴയ കാലത്ത് നമ്മൾ സ്പീച്ചിലൊക്കെ ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ചില ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോയട്രിയിൽ വരുമ്പോഴും അതുപോലെയൊക്കെ തന്നെയാണ്. നമ്മൾ നല്ല ഫോർമലായിട്ടുള്ള ഭയങ്കര എംബലിഷ്ഡ് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ആളുകൾ സാധാരണ ലൈഫിൽ വേർഡ്സ് വർത്ത് പറയുന്ന പോലെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ല, കുറച്ച് പോളിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ്. ആൻഡ് അതുപോലെ തന്നെ നല്ല ലിറ്റററി ഡിവൈസുകൾ, സ്റ്റൈലിസ്റ്റിക് ഡിവൈസസുകളൊക്കെ അതുപോലെ റൈമിങ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതുന്ന ആ ഒരു സ്റ്റൈലിനാണ് ഗ്രാൻഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. സോ അർണോൾഡ് സൈറ്റ്സ് ദി ഗ്രാൻഡ് സ്റ്റൈൽ ഓഫ് ഹോമർ ആസ് എൻ എവിഡൻസ് ടു ദി ഗ്രേറ്റ്നെസ് ഓഫ് ഗ്രീക്ക് ബാർഡ് ഇൻ ഡിസ്ക്രൈബിങ് ഓർഡിനറി സബ്ജക്ട് മാറ്റർ ഇൻ നോബിൾ ലൈൻസ്. സോ ഈ ഒരു ഗ്രാൻഡ് സ്റ്റൈൽ നല്ല രീതിയിൽ ഫോളോ എഴുതിയിരുന്ന ഒരു റൈറ്റർ ആയിരുന്നു അർണോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഹോമർ. അതുകൊണ്ടായിരുന്നു അദ്ദേഹം ഒരു ഗ്രേറ്റ് പോയറ്റായി മാറിയത് എന്നുള്ളതാണ്. സോ അദ്ദേഹം ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത്. ഓക്കെ,
According to Arnold, grand style is attained by Homer, Virgil, Dante, and others by the adept use of either dactylic hexameter or blank verse. ഇപ്പോൾ ഈ ഗ്രാൻഡ് സ്റ്റൈലിൽ വേണ്ട ഒരു മറ്റൊരു കാര്യമാണ് നിങ്ങൾ എഴുതുന്ന മീറ്ററും പ്രാധാന്യമുണ്ട്. കാരണം ഹോമർ, വെർജിൽ, ഡാൻ്റെ ഇവരൊക്കെ ഉപയോഗിച്ചിരുന്നത് ഒന്നുകിൽ ഈ ഡാക്ടൈലിക് എക്സാമീറ്റർ എന്ന് പറയുന്ന മീറ്റർ അല്ലെങ്കിൽ ബ്ലാങ്ക് വേഴ്സുമാണ്. സോ ഈ രണ്ട് രീതിയിൽ എഴുതുന്നതാണ് ഒരു ഗ്രാൻഡ് സ്റ്റൈലിന് നല്ലത് എന്ന് അർണോൾഡ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് ആൾ അബൌട്ട് അർണോൾഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.